മെയ് മാസം 19-ാം തീയതി മലപ്പുറം ജില്ലയിലെ കുരിയാട് എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപത്ത് കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ട നാഷണൽ ഹൈവേ 66-ൻ്റെ ഭാഗങ്ങൾ തകർന്നു വീഴുകയുണ്ടായി. ഇതിൻ്റെ കോൺട്രാക്ടറായിട്ടുള്ള KNR എന്ന കമ്പനിയെയും അതിൻ്റെ കൺസൾട്ടൻസ് കമ്പനിയായ HEC എന്ന സ്ഥാപനത്തെയും നാഷണൽ ഹൈവേയുടെ ഇത്തരം പ്രോജക്റ്റുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഡീബാർ ചെയ്യുകയുമുണ്ടായി. അതേപോലെ ടീം ലീഡർ, പ്രോജക്റ്റ് മാനേജർ എന്നിവർക്കെതിരെ അന്വേഷണവും ആരംഭിച്ചു. ഇപ്പോഴിതാ നമ്മുടെ മുഖ്യമന്ത്രി വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. അതായത് ആ മുതൽ ഇക്ഷ വരെയുള്ള നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റുകളിൽ ഒന്നിനും കേരള സർക്കാരിന് യാതൊരു പങ്കുമില്ല, അതിൻ്റെയൊക്കെ മൊത്തം ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുകയും വളരെ അഭിമാനപുരസരം തങ്ങളുടെ ഭരണത്തിൻ്റെ വിജയമാണ് എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്ത ചില സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. തലശ്ശേരി മാഹി ബൈപ്പാസ്, അത് ഏതാണ്ട് 50 വർഷക്കാലത്തോളം വെയിറ്റ് ചെയ്തതിന് ശേഷം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. NH-66ൻ്റെ പ്രോജക്റ്റാണ്. അത് കേരള സർക്കാരിൻ്റെയും ഒക്കെ നിരുത്തരവാദപരമായ നിലപാടുകൾ കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. പക്ഷേ അതിൻ്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ്, നിതിൻ ഗഡ്കരിയുടെ വകുപ്പുമാണ്. പക്ഷേ അതിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ഇത് തൻ്റെ ഭരണത്തിൻ്റെ ഒരു വിജയമാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. രണ്ടാമത് ആലപ്പുഴ ബൈപ്പാസ് NH, അത് NH-66 തന്നെയാണ്. അത് 2021 ജാനുവരി നിതിൻ ഗഡ്കരിയും ശ്രീമാൻ പിണറായി വിജയനും ഒക്കെ ചേർന്നാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അവിടെയും അദ്ദേഹം ഇത് തങ്ങളുടെ ഭരണത്തിൻ്റെ വിജയമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്തതാണ്. മൂന്നാമത് വൈറ്റില കുണ്ടമന്നൂർ ഫ്ലൈ ഓവർ NH-66, അത് അദ്ദേഹം 2017 ഡിസംബർ 11-ാം തീയതി ഉദ്ഘാടനം ചെയ്ത് അതിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. അതും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് അദ്ദേഹം അന്ന് ഉദ്ഘോഷിച്ചത്. അതുപോലെ ഹിൽ ഹൈവേ കോഴിക്കോട് റീച്ച്, അത് ഫെബ്രുവരി മാസം, അതായത് 2025 ഫെബ്രുവരിയിൽ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും അതും തങ്ങളുടെ ഭരണത്തിൻ്റെ വളരെ വിജയമായിട്ട് ഉദ്ഘോഷിക്കുകയും ചെയ്ത ഒന്നാണ്. ഇങ്ങനെ നാഷണൽ ഹൈവേയുടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുക, പങ്കെടുക്കുക, അതൊക്കെ തങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഉദ്ഘോഷിക്കുക ഒക്കെ ചെയ്തിട്ട് അവസാനം ഒരു സ്ഥലത്ത് ഒന്ന് പൊളിഞ്ഞു വീണപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല എന്ന്. കഷ്ടം.